Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ആണ്. അതായത് കാറ്റഗറി നമ്പർ 587/2023 ഓഫീസ് അറ്റൻഡന്റ്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഇവിടങ്ങളിലുള്ള ഓഫീസ് അറ്റൻഡന്റിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 587/2023. അപ്പൊ ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ സ്റ്റാറ്റസും പുതിയതായിട്ട് എത്ര വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്, എത്ര ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട്, ഓസിയും അതുപോലെ തന്നെ റിസർവേഷന്റെ എത്ര റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്വൈസ് ഇതുവരെയുള്ള അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് 20/1/2026 ആണ്. ഓക്കെ, ടോട്ടൽ 533 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അതിൽ OC മെയിൽ 411 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്, EBT 405 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്, SSC 1501 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്, ST സപ്ലിമെന്ററി ലിസ്റ്റ് 15 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്, മുസ്ലിം 601 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 6 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, OBC 424 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, വിശ്വകർമ്മ 696 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, SIUC നാടാര് 503 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, ഹിന്ദു നാടാര് 600 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, SSCCC സപ്ലിമെന്ററി ലിസ്റ്റ് 6 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, ദീവയ 1016 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, EWS 413 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്, DAL LV 9, HI 8, DALDCP 5, DAMD 11. അപ്പൊ ഇങ്ങനെ 533 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ അഡ്വൈസിന്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോഴേ ലാസ്റ്റിൽ അഡ്വൈസ് നിൽക്കുന്നത് MR നമ്പർ 912 SSC ആണ്. ഓക്കെ, അപ്പോൾ OCBC പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ OC 131, EWS 33, അങ്ങനെ ടോട്ടൽ 164 ആണ് OC പോയിരിക്കുന്നത്. BCയും 164 തന്നെയാണ്, NJD 186, DAയിൽ LV 4 എണ്ണം പോയിട്ടുണ്ട്, HI 4 എണ്ണം പോയിട്ടുണ്ട്, LD 3 എണ്ണം പോയിട്ടുണ്ട്, MD 8 എണ്ണം പോയിട്ടുണ്ട്, അങ്ങനെ DA ടോട്ടൽ 19, അങ്ങനെ ടോട്ടൽ 533 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഈ OCയും BCയോട് നോക്കുമ്പോൾ OC 164, BC 164. സോ അടുത്ത ഒരു അഡ്വൈസ് പോകുമ്പോൾ OC ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ അഡ്വൈസ് നിർത്തിയിരിക്കുന്നത് MR നമ്പർ 912 SSC ആണ്. സോ അടുത്ത അഡ്വൈസ് പോകുന്നത് MR നമ്പർ 913 OC ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ്. ഇനി നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ വേക്കൻസി എത്രയ്ക്കാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിൽ 4 ഫ്രഷ് വേക്കൻസിയാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ 2 NJD വേക്കൻസിയും 1 ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയും, അങ്ങനെ ടോട്ടൽ 3 വേക്കൻസിയാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ റിപ്പോർട്ട് ആയിരിക്കുന്നത്. ഈ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 20 NJD വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി 6, അങ്ങനെ ടോട്ടൽ 26 വേക്കൻസിയാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ആയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഫിനാൻസ് സെക്രട്ടേറിയറ്റിൽ 4 ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത്. ലോ സെക്രട്ടേറിയറ്റിൽ 1 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ 4 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ഫ്രഷ് വേക്കൻസിയും അതുപോലെ തന്നെ NJD 22 എണ്ണവും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി 16 എണ്ണവും, അങ്ങനെ ടോട്ടൽ 42 വേക്കൻസിയാണ് അഡ്വൈസ് അയക്കാനായിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ 22 4 ടോട്ടൽ 26, അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഫിനാൻസ് സെക്രട്ടേറിയറ്റിൽ 1 ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ 1 ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയും ഈ ഫെബ്രുവരി 1 മെച്ചുവേർഡ് ആകും. അതോടെ ചേർത്തിട്ടാണ് അഡ്വൈസ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയും കൂടെ ഫ്രഷ് ആയിട്ട് മാറും. അങ്ങനെ ടോട്ടൽ ഫ്രഷ് 6 വേക്കൻസി ആവും. NJD 22 ആവും. അങ്ങനെ 22ഉം 6ഉം 28 വേക്കൻസിക്കാണ് നിലവിൽ അഡ്വൈസ് അയക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് ഓവറോൾ നിൽക്കുന്നത്. ലിസ്റ്റ് വന്ന ഡേറ്റ് 29/8/2025 ആണ്. അപ്പൊ നമ്മൾ 3 വർഷം കണക്കാക്കുമ്പോൾ 28/8/2028 ഈ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത്. ഇനി ലിസ്റ്റിൽ എത്ര ആൾക്കാരുണ്ടോ നമ്മൾ നോക്കുമ്പോഴേ മെയിൻ ലിസ്റ്റിൽ 1582 പേരും, സപ്ലിമെന്ററി ലിസ്റ്റിൽ 1386 പേരും, DAയിൽ 61 പേരും, അങ്ങനെ ടോട്ടൽ 3029 പേരാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ 587/2023 ഈ ഓഫീസ് അറ്റൻഡന്റിന്റെ ഒരു ഓവറോൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വേക്കൻസി വരുമ്പോഴും അടുത്ത അഡ്വൈസ് വരുമ്പോഴും നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.